കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായയുടെ പടം നമ്മൾ കാർട്ടൂണുകളിലും കഥാപുസ്തകങ്ങളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ക്ലാസിക് ഇമേജ് നിങ്ങളുടെ നായയ്ക്ക് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ല് കടിക്കാൻ കൊടുക്കുന്നത് പലപ്പോഴും നായകൾക്ക് ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ എല്ല് കടിക്കുന്നതിലൂടെ നായകൾക്ക് ഒരു സീരിയസ് ഹെൽത്ത് ഹസാർഡ് ഉണ്ടാകുന്നതെന്നും എല്ലിന് പകരം എന്താണ് നായകൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. എല്ലുകൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നൊരു ചോദ്യം, കാട്ടിലായിരുന്നപ്പോൾ ഇവരുടെയൊക്കെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞത് എല്ലായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ അവരുടെ നാച്ചുറൽ ഫുഡ് എല്ലായിരിക്കില്ലേ എന്നുള്ളതായിരിക്കും. കാട്ടിൽ നിന്ന് നായകൾ നാട്ടിലേക്ക് എത്തിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഏകദേശം 1000 വർഷങ്ങളെങ്കിലും ആയിക്കാണും. ഓരോ ജീവികളും അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ അവരുടെ ജീവിത രീതികളിലും ജീവിത ശൈലികളിലും കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് നായകളാവുകയും കാട്ടിനുള്ളിലെ എല്ലും അല്ലെങ്കിൽ ഇറച്ചി തന്നെ കടിച്ചു കീറിയിരുന്ന അവരുടെ പല്ലിൻ്റെ പ്രകൃതവും ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ചോറ് പോലെയുള്ള ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റുന്നതും ഇതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ്. അതുപോലെ കടിച്ചു കീറാനും എല്ല് പോലെയുള്ള വസ്തുക്കൾ കടിക്കാനും അവരുപയോഗിച്ചിരുന്ന പല്ലുകളുടെയും താടിയെല്ലിൻ്റെയും സ്ട്രെങ്ത്തും അതുപോലെ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കാട്ടിൽ ഇവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ജീവിയെ മുഴുവനായിട്ടാണ് ഭക്ഷിക്കുക. അതായത് എല്ലിൻ്റെ കൂടെ തന്നെ മാംസം, കൊഴുപ്പ്, മറ്റവയവങ്ങൾ, തൊലി ഇതെല്ലാം കഴിക്കും. അതുകൊണ്ട് തന്നെ എല്ല് കുഷയം ചെയ്തു പോകാൻ പാകത്തിലാണ് ഇവർ ഭക്ഷണം കഴിക്കാറ്. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് പാകം ചെയ്ത എല്ലുകളാണ്, പ്രത്യേകിച്ചും കോഴിയുടെ എല്ല്. കുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലുകൾ വളരെ ബ്രിട്ടിലാവും, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടും. ഇങ്ങനെ പൊട്ടിപ്പോകുന്ന എല്ലുകൾ കൂർത്ത കഷ്ണങ്ങളായിട്ടാണ് മിക്കപ്പോഴും പൊട്ടാറ്. വലിയ എല്ലുകളാണെങ്കിൽ പല്ലുവേദന മുതൽ പല്ല് പൊട്ടിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. ഇനി കൂർത്ത കഷ്ണങ്ങളായിട്ട് പൊട്ടിയിട്ടുള്ള എല്ലിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ പല്ലിനിടയിൽ കുത്തിയിരിക്കാനും സാധ്യത കൂടുതലാണ്. പക്ഷെ എല്ലുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഇതൊരു മൈനർ പ്രശ്നം മാത്രമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കിത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി എല്ല് വയറ്റിനകത്തേക്ക് പോകുന്ന സമയത്ത് വയറ്റിനുള്ളിലും കുടലുകളിലും പോറൽ ഉണ്ടാവാനും അതുവഴി രക്തം പൊടിയാനും സാധ്യത കൂടുതലാണ്. വളരെ കൂർത്ത കഷ്ണങ്ങൾ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റ് അവയവങ്ങളിലേക്ക് കുത്തി മുറിപ്പെടുത്താനും അവിടെ തന്നെ സ്റ്റക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏറ്റവും സീരിയസ് ആയിട്ട് വയറിലൂടെ തുളഞ്ഞ് മറ്റ് അവയവങ്ങളിലേക്ക് എല്ല് എത്താനും സാധ്യത ഇങ്ങനെ എല്ല് കഴിക്കുമ്പോൾ ഉണ്ട്. എല്ല് കൊടുത്തതിന് ശേഷം പിറ്റത്തെ ദിവസം ചോര ഛർദ്ദിക്കുന്നത്, വയറ്റിലൂടെ കാഷ്ടത്തിലൂടെ ചോര പോകുന്നത്, അല്ലെങ്കിൽ 2 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. എല്ല് കൊടുത്തതിന് ശേഷം ഒരു ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഉടനെ ഒരു വെറ്റിനെ കാണേണ്ടതുണ്ട്. ഇനി കുക്ക് ചെയ്യാതെ എല്ല് കൊടുക്കുന്ന സമയത്ത് സാൽമണല്ല, ഈക്കോളൈ എന്നിങ്ങനെയുള്ള ബാക്ടീരിയകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നായകളിലും പൂച്ചകളിലും സീരിയസ് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കും. ഇനി എപ്പോഴും ചവയ്ക്കാൻ ഇഷ്ടമുള്ള നായകൾക്ക് അല്ലെങ്കിൽ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ച്യൂ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ ച്യൂ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അതൊരു വെറ്റ് അപ്രൂവ്ഡ് ച്യൂ ടോയ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. മാത്രമല്ല, നായയുടെ ബ്രീഡിനും വലുപ്പത്തിനനുസരിച്ചുള്ള ച്യൂ ടോയ് വാങ്ങിക്കാനും ശ്രദ്ധിക്കുക. കുഞ്ഞു നായകൾക്ക് വായിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള ച്യൂ ടോയ് കൊടുക്കുന്നതിൽ കാര്യമില്ല. ഇനി വലിയ നായകൾക്ക് ചെറിയ ച്യൂ ടോയ് കൊടുക്കുകയാണെങ്കിൽ അത് അവർ വിഴുങ്ങാനും തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ഇന്നത്തെ വീഡിയോയുടെ ടേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ നായയുടെ ചൂയിങ് ഹാബിറ്റ്സ് അവോയ്ഡ് ചെയ്യണമെന്നല്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ള ഇതിനെല്ലാം മുകളിൽ സേഫ് ആയിട്ടുള്ള ചൂയിങ് ടോയ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കാണണം എന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.